ഇതുവരെ എബനേസറാ എന്നോട് കൂടെ. സർവശക്തിയുള്ള ദൈവം നമുക്ക് സാവകാശവും അവസരവും ലഭിച്ചു. 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആത്മാവിന്റെ ഐക്യതയിൽ ഒരു ദൈവ പൈതൽ എങ്ങനെ നടക്കണം എന്നുള്ള ഹെഡിങ്ങോട് കൂടിയാണ് അത് തുടങ്ങുന്നത്. ലേഖനം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അപ്പൊ യോഗ്യമായി നടക്കുവാനുള്ള വഴികളെ കുറിച്ച് 1-2 വാക്യങ്ങളിൽ പറയുന്നു. യോഗ്യമായി നടക്കാനുള്ള ഉദ്ദേശത്തെ കുറിച്ച് അടുത്ത വാക്യത്തിൽ പറയുന്നു. 4 മുതൽ 6 വരെയുള്ള വാക്യത്തിലേക്ക് നമ്മൾ പഠിച്ചു വരുമ്പോൾ 7 അടിസ്ഥാന കാരണങ്ങൾ അവിടെ വ്യക്തമായി കാണുവാൻ, യോഗ്യമായി നടക്കുന്നതിനെ കുറിച്ചുള്ള കാരണങ്ങൾ അവിടെ വ്യക്തമായി കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വിശ്വാസി യോഗ്യമായി നടക്കുവാൻ എങ്ങനെ കഴിയും, അവൻ ദൈവസന്നിധിയിൽ ജീവിക്കേണ്ടത് എപ്രകാരമാണ്, മാത്രമല്ല ഒരു വ്യക്തി യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ അവർ ദൈവജനത്തിന്റെയും ദൈവസഭയുടെയും അംഗമായി കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ നാമത്തെ അവിടുത്തെ സഭയ്ക്കും മഹത്വം കൈവരിക്കുവാൻ വേണ്ടി ആ ദൈവത്തിന്റെ മഹത്വകരമായ വിളിക്ക് യോഗ്യമായി എങ്ങനെ നടക്കുവാൻ കഴിയും. അപ്പൊ ഞാൻ നിങ്ങൾ ദൈവത്തെ അറിയുവാൻ വേണ്ടി ദൈവത്തെ അറിഞ്ഞ് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവകൃപയിലായി തീർന്നു. അവിടെ കൂടെ നമ്മുടെ ക്രിസ്ത്യ ജീവിതം മാറിപ്പോകുന്നില്ല. അപ്പോൾ ആ നമ്മൾ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമായി നമുക്ക് എങ്ങനെ നടക്കുവാൻ കഴിയും? അവിടെ 4 കൂട്ടം കാര്യങ്ങളാണ് ഒരു ദൈവ പൈതൽ എങ്ങനെ യോഗ്യനായി നടക്കുവാൻ കഴിയുമെന്ന് പൗലോസ് അപ്പോസ്തലൻ അവിടെ കാണിച്ചിരിക്കുന്നത്. 1, ഒരു വിശ്വാസി എല്ലാ വിനയത്തോടു കൂടി വേണം നടക്കുവാൻ. 2, ഒരു വിശ്വാസി സൗമ്യതയോടുകൂടി വേണം നടക്കുവാൻ. 3, ഒരു വിശ്വാസി ദീർഘക്ഷമയോടുകൂടി വേണം നടക്കുവാൻ. 4, ഒരു വിശ്വാസി സ്നേഹത്തിലെല്ലാം പൊറുക്കുന്നവനായിട്ട് വേണം നടക്കുവാൻ. അപ്പോൾ ഒരു വിശ്വാസി വിനയത്തോടുകൂടി വേണം നടക്കുവാൻ. ഞാനും നിങ്ങളും ദൈവസന്നിധി ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി കടന്നു വന്നിട്ട് വിനയത്തിന്റെ സ്വഭാവം നമ്മളിൽ ഇല്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം അർത്ഥശൂന്യം മാത്രമാണ്. അവിടെ വിനയത്തോടുകൂടി വേണം നടക്കുവാൻ. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഫിലിപ്പിയ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോട് ഓരോരുത്തർ മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുകയും. അപ്പോൾ ഞാനും നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ നമ്മുടെ 1 മുതൽ 2, 3 അധ്യായങ്ങളൊക്കെ പഠിച്ചു വരുമ്പോൾ ദൈവത്തെ ഒന്നിച്ച് കൂട്ടത്തിൽ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരെ സഹോദരങ്ങളായി എണ്ണുവാനും സഹോദരിമാരായിട്ട് എണ്ണുവാനും കഴിയുമ്പോൾ ഞാനും നിങ്ങളും വിനയത്തോടുകൂടി വേണം ദൈവസഭയ്ക്കകത്ത് ആയിത്തീരുവാനും. നമ്മുടെ സംഭാഷണം ശാഠ്യത്തോടെ ആയിത്തീരരുത്, ദുരഭിമാനത്തോടെ ആയിത്തീരരുത്, സൗമ്യതയോടെ നമ്മളെക്കാൾ മറ്റുള്ളവർ ശ്രേഷ്ഠന്മാരായിട്ട് വേണം എണ്ണി ജീവിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ വിനയം ദൈവസഭയ്ക്കകത്തേക്ക് കടന്നു വരുമ്പോൾ സജീവമായി പ്രവർത്തിക്കുന്ന ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന സജീവമായി പ്രവർത്തിച്ചുകൊണ്ട് ദൈവസഭയ്ക്കകത്തേക്ക് 2 പ്രശ്നങ്ങൾ കടന്നു വരും. 1, ഈ സ്വാർത്ഥ സ്വഭാവം, സ്വാർത്ഥാഭിലാഷം. 2, വ്യക്തമായ അഹങ്കാരം. ഇത് ദൈവസഭയ്ക്കകത്തേക്ക് കടന്നു വന്നാൽ ദൈവസഭയുടെ പ്രവർത്തനങ്ങൾക്ക്, ആത്മീയ കാഴ്ചപ്പാടുകൾക്ക്, ആത്മീയ ആരാധനയ്ക്ക്, ആത്മീയ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും കൂടുതൽ ആത്മീയ ഗോളത്തിനകത്ത് തടസ്സം വന്നിരിക്കുന്നത് ഈ സ്വാർത്ഥാഭിലാഷവും വ്യക്തമായ അഹങ്കാരവുമാണ്. നമുക്ക് ഈ ലോകത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അത് മാത്രമാണ്. കാരണം ഈ സ്വാർത്ഥാഭിലാഷം കടന്നു വന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അത് ആത്മാവിന്റെ പ്രവൃത്തിയല്ല, മാത്രമല്ല അവർ ക്രിസ്തുവിൽ പക്വത പ്രാപിക്കാത്തവർക്കാണ് സ്വന്തം അഭിലാഷത്തിൽ അവരുടെ ജീവിതം, ക്രിസ്തു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. മാത്രമല്ല ഈ സ്വാർത്ഥാഭിലാഷം ദൈവസഭയിൽ കടന്നു വന്നിരിക്കുന്ന ഒരു വ്യക്തിയുടെ കടന്നു വന്നപ്പോൾ അതിന്റെ പ്രശ്നം മറ്റുള്ളവരോട് പ്രശ്നം ഉണ്ടാക്കുന്നവരായി ദിനംതോറും മാറിക്കൊണ്ടിരിക്കും. മാത്രമല്ല അവർ ദൈവസഭയിലേക്ക് ഒരു ഭീകരമായ ഒരു കുറ്റം ചെയ്യുന്ന ഒരു വ്യക്തിയായി ദിനംതോറും മാറിക്കൊണ്ടിരിക്കും. എന്റെ പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ടാണല്ലോ ഈ 2 തീമോഥെയോസിലേക്ക് ലേഖനം പൗലോസ് അപ്പോസ്തലൻ എഴുതുമ്പോൾ അവിടെ 2
ക്രിസ്തുവിന്റെ മഹത്വം വൃത്തിയാക്കാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ വിളിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളെ വിളിച്ചിരിക്കുന്ന ആ വിളിയുടെ ദൗത്യവും ആ വിളിയുടെ ഉദ്ദേശവും മാറി കഴിയുമ്പോഴാണ് സ്വന്തമായ അഭിലാഷങ്ങളും സ്വന്തമായ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഞാനും നിങ്ങൾ പലപ്പോഴും ദൈവസഭ ഉപയോഗിക്കുന്നത്. അത് ദൈവസഭയ്ക്കകത്ത് ആത്മീയമായ ഏറ്റവും വലിയ കുറ്റമാണെന്ന് ഞാനും നിങ്ങളും തിരിച്ചറിഞ്ഞോണം. മാത്രമല്ല, ഈ 2 തിമോഥെയോസ് ലേഖനം അതേ അധ്യായത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, കേൾക്കുന്നവരെ മറിച്ചു കളയുന്നല്ലാതെ ഒന്നും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കേണ്ടതിന് കർത്താവിന്റെ സാക്ഷിയായി അവരെ ഓർമ്മപ്പെടുത്തുക. അപ്പോൾ ഞാനും നിങ്ങളും ദൈവസഭയ്ക്കകത്തു കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി, ഞാൻ ഓർപ്പിച്ചതുപോലെ ക്രിസ്തുവിന്റെ സാക്ഷികളായി ദൈവത്തെ അറിഞ്ഞ് ദൈവസഭയോടും ദൈവജനത്തോടും ദൈവത്തെ മഹത്വീകരിക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുമ്പോൾ ഞാനും നിങ്ങളും കടന്നു വന്നിരിക്കും ചെയ്യേണ്ട കാര്യം, നമ്മൾ താഴ്മയോടെ ദൈവസന്നിധിയിൽ വാഗ്വാദം ചെയ്യാതെ ദൈവസന്നിധിയിൽ കർത്താവിനെ ആരാധിക്കുന്നവരായി തീരണം. അത് മാത്രമല്ല, 2 തിമോഥെയോസ് ലേഖനം അതേ 2-ാം അധ്യായത്തിൽ 24-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവിന്റെ ദാസൻ ഒരു ദൈവ പൈതൽ ആരായിരിക്കണമെന്ന് വ്യക്തമായി അവിടെ ഓർമ്മിപ്പിക്കുന്നു. വിനയമുള്ളവനായി തീരുമ്പോൾ തന്നെ കർത്താവിന്റെ ദാസനും ശണ്ടയിടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിക സമർത്ഥനും ദോഷം സഹിക്കുന്നതായി അത്രേ ഇരിക്കേണ്ടത്. അപ്പോൾ ഞാനും നിങ്ങൾ ദൈവസ്ഥലിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ദൈവ പൈതൽ എന്ന് പറയുമ്പോൾ ദൈവദാസനെന്നോ ദൈവ പൈതലെന്നോ ദൈവദാസിയെന്നോ ദൈവമക്കളെന്നോ എന്ന് പറയുമ്പോൾ നാം എല്ലാവരോടും ശാന്തമായി ഉപദേശിപ്പിക്കുവാൻ സമർത്ഥനായി തീരണം. മാത്രമല്ല, ഒരു വാക്കോട് ചേർന്ന് പറയട്ടെ, വിനയമുള്ള ദൈവ പൈതലിനെ കാണുമ്പോൾ, ഒരു വിനയമുള്ള ദൈവ കുഞ്ഞിനെ കാണുമ്പോൾ, ഒരു ദൈവദാസനെയോ ദൈവദാസിയെ കാണുമ്പോൾ മാനുഷികമായി ആ വ്യക്തി നോക്കുമ്പോൾ ആ വ്യക്തിക്ക് വലിയ കഴിവോ പ്രാപ്തിയോ ഒന്നും ഉണ്ടെന്ന് ഒരുപക്ഷെ ഞാനൊന്നും പറയത്തില്ല. പക്ഷേ അവൻ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ അവന്റെ വിനയം ദൈവാത്മാവിനാൽ ഉള്ളതാണെന്ന് തിരിച്ചറിയുവാൻ കഴിയും. അപ്പോൾ ഒരു ദൈവദാസൻ, ഒരു ദൈവ പൈതൽ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നമ്മൾ വിനയമുള്ളവരായി ശണ്ടയിടാത്തവരായി തീരണം. കാരണം ശാന്തമായി കാര്യങ്ങൾ പറയുവാൻ, ഉപദേശിപ്പാൻ, അത് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുവാൻ കഴിയണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മളിൽ വിനയമുണ്ടെന്ന് തിരിച്ചറിയുവാൻ കഴിയുള്ളൂ. അദ്ദേഹം മുന്നോട്ട് കടന്നു പോകട്ടെ. ഇനി പൗലോസ് അപ്പോസ്തലൻ മാത്രമല്ല ഈ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. യാക്കോബിന്റെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പും ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്, സത്യത്തിനു വിരോധമായി പ്രശംസിക്കുകയും പോഷ്കും പറയരുത്. മറ്റുള്ളവരോട് എന്തെങ്കിലും വിരോധമോ പിണക്കമോ ഈർഷ്യയോ ഉണ്ടെങ്കിൽ നമ്മൾ സത്യത്തിന് വിരുദ്ധമായി സംസാരിക്കുന്ന അവരോടുള്ള ദേഷ്യം നിമിത്തമായി അവർക്കെതിരെ ദോഷമായിട്ടൊന്നും സംസാരിക്കുവാൻ ഒരു വിനയമുള്ള ഒരു ദൈവ പൈതലിന് കഴിയത്തില്ല. അങ്ങനെ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ മേൽ വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവല്ല എന്ന് ഇന്ന് രാത്രിയിലും തിരിച്ചറിഞ്ഞോണം. മാത്രമല്ല, നമുക്കെതിരെ ഈ ജ്ഞാനിയായ ശലോമോൻ സദൃശ്യവാക്യത്തിൽ 3-ാം അധ്യായം 30-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ കാണാൻ കഴിയുന്നത്, നിനക്ക് ഒരു ദോഷവും ചെയ്യാത്ത മനുഷ്യനോട് നീ വെറുതെ ശണ്ടയിടരുത്. കാരണം വിനയമുള്ള ഒരു വ്യക്തിക്ക്, എന്റെ പ്രിയ സഹോദരങ്ങളെ, ശണ്ടയിടുവാൻ കഴിയത്തില്ല. മാത്രമല്ല, ഇനി ചില വ്യക്തമായി അഹങ്കാരം, വിനയഭാവം മാറിയിട്ട് അഹങ്കാരത്തിന്റെ സ്വഭാവം ദൈവസഭയിൽ കാണിക്കുന്നത് കൊണ്ട് ദൈവസഭയുടെ ആത്മീയ സഭയുടെ വളർച്ചയ്ക്ക് അത് തടസ്സമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഓർപ്പിച്ചതുപോലെ ഞാനും നിങ്ങളും വിനയമുള്ളവരായി ദൈവാത്മാവിൽ ദൈവത്തെ അനുസരിച്ച് കർത്താവിന്റെ ഇഷ്ടത്തിന് വേണ്ടി നടക്കുമ്പോൾ ഒരുപക്ഷെ സമൂഹം പറയും, കൂടെ ആരാധിക്കുന്നവരോ കൂടെ നടക്കുന്നവരൊക്കെ പറയും, ആ വ്യക്തിക്ക് വലിയ കഴിവില്ലാത്തവനാണെന്നൊക്കെ പറയും. പക്ഷേ എന്റെ പ്രിയ സഹോദരങ്ങളെ, കഴിവില്ലാഞ്ഞിട്ടല്ല, ദൈവാത്മാവിന്റെ ശക്തി ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്തേക്ക് കടന്നു വരുമ്പോൾ അവൻ ദൈവത്തെ അനുസരിച്ച് നടക്കുന്നത് കൊണ്ട് അവൻ വിനയത്തോടുകൂടി നടക്കും. എല്ലാറ്റിനും എല്ലാ കാര്യത്തിനും എല്ലാറ്റിനും പ്രതികരിക്കുവാൻ ഒരു ദൈവ പൈതലിന് കഴിയത്തില്ല. കാരണം അവൻ അകത്ത് വ്യാപരിക്കുന്നത് ഈ ലോകത്തിന്റെ ആത്മാവാണെന്ന് അല്ലെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞോണം. മാത്രമല്ല, ചിലർ അഹങ്കാരത്തോടെ സംസാരിക്കുന്നതായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് യേശു കർത്താവ് പഠിപ്പിച്ചപ്പോൾ തന്നെ മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 12-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്, തന്നെത്താൻ
ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. ഞാനും നിങ്ങളും വിനയത്തോടുകൂടി വേണം ദൈവസഭയ്ക്കകത്ത് കടന്നു വരുവാൻ. ഒരു ദൈവ പൈതലിന്റെ നിരന്തരമായ ആരാധനയും അവന്റെ നിരന്തരമായ ജീവിതവും എന്തെന്ന് വെച്ചാൽ വിനയ സ്വഭാവം ഉള്ളവനായി തീർന്നെങ്കിൽ മാത്രമേ യേശു കർത്താവ് പറയുന്നത് തന്നെത്താൻ ഉയർത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനോ അവൻ ഉയർത്തപ്പെടുവാൻ കഴിയും. ഞാനും നിങ്ങൾ ദൈവപാദപീഠത്തിൽ കടന്നത് വിനയത്തോടുകൂടി മുഴങ്ങാലുകൾ മടക്കുമ്പോൾ മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠനാണെന്ന് എണ്ണിക്കൊണ്ട് ദൈവപാദപീഠത്തെ സമർപ്പിക്കുമ്പോൾ ഞാനും നിങ്ങൾ ദൈവസന്നിധി സമർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും മറുപടി ലഭിക്കുവാനും ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ച് അവിടുന്ന് ഉയരുവാനും ഇടയായി തീരും. ഈ ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായത്തിന്റെ ഞാൻ ഈ വാക്കുകൾ പറയുമ്പോൾ വേദപുസ്തകത്തിൽ ഇങ്ങനെ വാക്കുകൾ ഉണ്ട് എന്ന് ഓർമ്മിക്കുവാൻ വേണ്ടിയാണ്. ഈ ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായത്തിൽ 24 മുതൽ 23 മുതൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ തങ്ങളുടെ കൂട്ടത്തിൽ ആരാകുന്നു വലിയവനായി എണ്ണേണ്ടെന്ന് ചൊല്ലി ഒരു തർക്കം അവരുടെ ഇടയിലുണ്ടായി. ഇത് 1-ാം നൂറ്റാണ്ടിൽ യേശു കർത്താവ് നേരിട്ട് ഇറങ്ങി വന്ന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു ചരിത്രമാണ് ഇവിടെ പറയുന്നത്. 21-ാം നൂറ്റാണ്ടിലേക്ക് കടന്നു വന്നപ്പോൾ അത് അധികമായി ഏറ്റവും കൂടുതലായി എന്നുള്ളതേ ഉള്ളൂ. ഈ കാലഘട്ടത്തിൽ എന്റെ ഭാഷയിൽ പറഞ്ഞാൽ വിശുദ്ധ വേദ പുസ്തകത്തിലെ പുസ്തകക്രമങ്ങൾ ഒന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പലരും വളരെ ശ്രേഷ്ഠന്മാരായി കാണുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് കാണുവാൻ കഴിയുന്നത്. പക്ഷെ 1-ാം നൂറ്റാണ്ടിൽ തന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ കടന്നു വന്ന് യേശു കർത്താവ് കൂടെ ഉള്ളപ്പോൾ തന്നെ അവരുടെ ഒരു സംശയം ഉണ്ടായിരുന്നു. അവരിൽ ആരാണ് ഏറ്റവും വലിയവനാണെന്ന് കാണുവാൻ യേശു കർത്താവിന് മുമ്പിൽ കാണിക്കുവാൻ വേണ്ടി ഒരു തർക്കമുണ്ടായി. അങ്ങനെ അപ്പോൾ തർക്കമുണ്ടായി കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് പറഞ്ഞൊരു വാക്യമുണ്ട്, നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങളിൽ വലിയവൻ ഇളവനെ പോലെയും നായകൻ ശുശ്രൂഷകനെ പോലെയും ആകട്ടെ. വിനയമുള്ളവന് മാത്രമേ ഒരു ശുശ്രൂഷകനായി തീരുവാൻ കഴിയുള്ളൂ. ഈ രാത്രി എനിക്ക് പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് ദൈവപാദപീഠത്തിൽ കർത്താവിനെ അനുസരിച്ച് ദൈവസഭയ്ക്കും ദൈവജനത്തിനും വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി ആയിത്തീരുമ്പോൾ ഞാൻ നിങ്ങളും നമ്മളെക്കാൾ മറ്റുള്ളവർ ശ്രേഷ്ഠന്മാരാണെന്ന് എണ്ണിക്കൊണ്ട് ഒരു ശുശ്രൂഷകനായി ഒരു ശുശ്രൂഷകയായിട്ട് ദൈവസഭയുടെ ഭാഗമായി തീർന്നെങ്കിൽ മാത്രമേ ആ വിനയ സ്വഭാവം നമ്മളിലേക്ക് പ്രകടമാക്കുവാൻ കഴിയുള്ളൂ. ഈ യോഹന്നാൻ സുവിശേഷത്തിൽ കടന്നു വരുമ്പോൾ യോഹന്നാൻ 5:44 വാക്യം വായിച്ചു വരുമ്പോൾ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാതെ നിങ്ങൾ ഇങ്ങനെ വിശ്വസിക്കുവാൻ കഴിയും. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നതാണ് തമ്മിൽ ബഹുമാനം മേടിക്കുന്നുള്ളൂ. ദൈവസന്നിധി ബഹുമാനം മേടിക്കാതെ ദൈവസന്നിധി ഇരിക്കാതെ തമ്മിൽ ബഹുമാനം പറഞ്ഞുകൊണ്ട് മുഖസ്തുതിയും പറഞ്ഞുകൊണ്ട് പോകുന്ന കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ദൈവപാദപീഠത്തിൽ നിന്ന് വിനയ സ്വഭാവമുള്ളവരായി തീരണമെന്ന് ഇന്ന് രാത്രിയിലും ഞാൻ നിങ്ങളെ ഓർപ്പിച്ച് ഉണർത്തുന്നു. ഈ വിശുദ്ധ വേദപുസ്തകം വായിച്ചു വരുമ്പോൾ ഈ സദൃശ്യഭാഗത്തിലേക്ക് വരുമ്പോൾ 17-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം പറയുമ്പോൾ ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ അഹങ്കാര സ്വഭാവമുള്ള ദൈവസഭയ്ക്കകത്ത് കലഹപ്രിയനാണ്. അപ്പൊ കലഹപ്രിയനായ ഒരു വ്യക്തിയെ കുറിച്ച് ഈ ജ്ഞാനിയെ ശലോമോൻ ഓർപ്പിച്ചു കൊടുക്കുന്ന കാര്യമുണ്ട്. കലഹപ്രിയൻ ലംഘനപ്രിയനും കൂടിയാണ്. പടിവാതിൽ പൊക്കത്തിൽ പണിയുന്നവനെ ഇടിവ് ഇച്ഛിക്കുന്നു. അപ്പോൾ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ദൈവസഭയ്ക്കകത്ത് ഞാനും നിങ്ങൾ കടന്നു വരുമ്പോൾ ഞാനും നിങ്ങൾ വിനയ സ്വഭാവം നമ്മുടെ അകത്തേക്ക് കയറിയാൽ മാത്രമേ ദൈവസഭ അനുകരിക്കപ്പെടുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിനകത്തേക്ക് വ്യക്തമായ അഹങ്കാരം കയറി കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ? ഞാനും നിങ്ങൾ കലഹപ്രിയരായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിക്കുന്നവരായി മാറും. അങ്ങനെയാണെങ്കിൽ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും അങ്ങനെയാകരുത്. പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചിട്ട് ഈ രാത്രിയിലും എന്നിലും നിങ്ങളിലും അങ്ങനെ ഒരു പ്രയാസമുണ്ടെങ്കിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ വിനയത്തിന്റെ സ്വഭാവം എന്റെ അകത്തേക്ക് ഒന്ന് തരണമേ. വിശുദ്ധ വേദപുസ്തകം വായിച്ചു വരുമ്പോൾ യെശയ്യാവിന്റെ പുസ്തകം വായിച്ചു വരുമ്പോൾ ഈ 14-ാം അധ്യായത്തിന്റെ 13 മുതൽ 14 വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ ദൈവസന്നിധിയിൽ പാട്ട് പാടിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെ കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ കാണുവാൻ അരുണയോ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തുനിന്ന് വീണു, ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ നീ എങ്ങനെ വെട്ടേറ്റു നിലത്ത് വീണു. നമുക്ക് ആ ചരിത്രം അറിയാവുന്നതാണ്. അപ്പോൾ ഈ വ്യക്തി ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്ന വ്യക്തിത്വം. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു? വ്യക്തമായ അഹങ്കാരം അകത്തേക്ക് കയറി എന്താണ്? ദൈവത്തെ പോലെ ഞാൻ ആയി തീരുവാൻ, അവന്റെ സിംഹാസനം
സംഭവിച്ചു പോയ കാര്യങ്ങളാണ് താഴോട്ടുള്ള വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത്. ഞാൻ സ്വർഗത്തിൽ കയറി എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും, ഉത്തരദിക്കുന്ന അതിർത്തിയിൽ സമാന പർവ്വതത്തിൽ ഞാൻ ഇരുന്നരുളും. ഇങ്ങനെ താഴോട്ട് വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ ഹൃദയത്തിനകത്തേക്ക് അഹങ്കാരം കയറി കഴിഞ്ഞപ്പോൾ, ഇന്നലെ വരെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നു, ഇന്നലെ വരെ ദൈവസ്ഥനെ പാടിക്കൊണ്ടിരുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നു, പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ദൈവം തന്നെ വെട്ടി താഴെ കളഞ്ഞു. ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ആത്മീയരാണെന്ന് വിചാരിക്കുന്ന പലരും ദൈവസ്ഥൻ വെട്ടേറ്റ് നിലത്ത് വീണവരാണ്. പക്ഷെ ഞാനും നിങ്ങളും ഇത് അറിയുന്നില്ലെന്നേ ഉള്ളൂ. എന്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവസ്ഥനിൽ ഏറ്റവും വലിയ കുറ്റകൃത്യം എന്ന് പറയുന്നത് കർത്താവിനെ അഹങ്കരിക്കുന്നവനെ കർത്താവ് വെട്ടി താഴെ കളയും. ഒരുപക്ഷെ ഞാനും നിങ്ങളും ഒരുപക്ഷെ പറയും, എന്നെപ്പോൾ കഴിവുള്ള ഒരു വ്യക്തി വേറെയില്ല, എന്നെപ്പോൾ ദൈവോചനം അറിയുന്ന ഒരു വ്യക്തി വേറെയില്ല, എന്നെപ്പോൾ പ്രാർത്ഥിക്കുന്ന വ്യക്തി വേറെയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനും നിങ്ങളും അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ ഈ രാത്രിക്കാലം ഓർത്തോണം, എന്നിൽ നിങ്ങളുള്ള ദൈവ സ്വഭാവം വ്യക്തമായി അഹങ്കരിക്കുന്ന സ്വഭാവമാണ്. അത് മാറിയിട്ട് വിനയത്തിന്റെ സ്വഭാവം. കർത്താവ്, എന്നെക്കാൾ എല്ലാവരും ശ്രേഷ്ഠന്മാരാണ്, എന്റെ സഭയിലുള്ള എല്ലാ വ്യക്തികളും എന്നെക്കാൾ ശ്രേഷ്ഠന്മാരാണ്, അവർ അത്രയും കഴിവെനിക്കില്ല, അവർ അത്രയും പ്രാപ്തിയില്ലെന്ന് പറഞ്ഞ് വിനയ സ്വഭാവത്തോട് ദൈവപാദപീഠത്തിൽ അടുത്ത് വരുവാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം ഏറ്റവും വലിയ ധന്യമായി തീരുവാൻ കഴിയും. മാത്രമല്ല, ഈ ദൈവസഭയ്ക്കകത്ത് ഏറ്റവും വേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഈ വിനയും താഴ്മയുമാണ്. ഒരു ദൈവസഭയുടെ അനുഗ്രഹം, ഒരു ദൈവ കുടുംബത്തിന്റെ അനുഗ്രഹം, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിനകത്ത് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞത് അവന്റെ ജീവിതത്തിനകത്ത് ഏറ്റവും വലിയ വിനയവും താഴ്മയും മാത്രമാണ്. അതുകൊണ്ടാണ് എളിമയോ നമ്മൾ ദൈവസഭയിൽ വിനയത്തോടെ ഇരിക്കുവാൻ കഴിയുമെങ്കിൽ നമ്മൾ ദൈവസഭയിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുവാൻ കഴിയും. തിരുവഴുത്ത് അതാണ് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഈ മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് യേശു കർത്താവ് തന്നെ 11-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം വായിച്ചു വരുമ്പോൾ ഈ വിനയ സ്വഭാവമുള്ളവരെ കുറിച്ച് യേശു കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. അപ്പം യേശു കർത്താവ് പറയാണ്, ഞാൻ സൗമ്യതയും താഴ്മയുള്ള വ്യക്തിയാണ്. അപ്പോൾ ഞാൻ സൗമ്യതയും താഴ്മയുള്ള വ്യക്തികളാണെങ്കിൽ യേശു കർത്താവിനെ വിശ്വസിച്ച് ദൈവസഭയോടും ദൈവജനത്തോടും കൂട്ടായ്മ ആചരിക്കുവാൻ വേണ്ടി ദൈവസഭയുടെ അംഗമായിരിക്കുന്ന നാം ഓരോരുത്തരും ഈ സൗമ്യതയും താഴ്മയും ഉള്ളവനായി ദൈവസഭയിൽ പഠിക്കുവാൻ തയ്യാറാകണം. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ആയുസ് എന്ന് തീരുമെന്ന് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ഈ ആയുസ്സിൽ കർത്താവിന്റെ സന്നിധിയിൽ വിനയത്തോടും താഴ്മയോടും ജീവിച്ചെടുക്കുവാൻ കഴിയണം. ഈ ആരാധന കഴിഞ്ഞിട്ട്, ഈ ബൈബിൾ സ്റ്റഡി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾ ഇറങ്ങി പോകുന്ന പോക്കിനകത്ത് എന്ത് സംഭവിക്കുന്നത് നമുക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ദൈവസന്നിധിയിൽ വിനയമുള്ളവരായ കർത്താവേ, ഇന്ന് ഈ ആരാധനയിൽ കടന്നു വരുവാനും എനിക്ക് ആയുസ് എന്നത് അങ്ങാണ്, ആരോഗ്യം തന്നത് അങ്ങാണ്. ഒരു രക്തത്തിനകത്ത് ഒരു അണുപോലും കേട്ടാതെ ആയുസ്സോടെ ആരോഗ്യത്തോടെ കണ്ണിനെ കാഴ്ച തന്ന് ബലം തന്ന് എന്നെ ഇവിടെ കൊണ്ടുവന്നത് അങ്ങാണ്. എനിക്ക് അഹങ്കരിക്കുവാൻ ഒന്നുമില്ല എന്ന് ദൈവസന്നിധിയിൽ പൂർണ്ണമായ വിനയത്തോട് താഴ്മയോട് എനിക്ക് നിങ്ങൾക്കും പ്രാർത്ഥിച്ചെടുക്കുവാൻ കഴിയണം. അതുകൊണ്ടാണ് യേശു കർത്താവ് പറയുന്നത്, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാ, എന്നെ നോക്കി പഠിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. അതുകൊണ്ടാണ് ഈ മത്തായി സുവിശേഷത്തിന്റെ 18-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ആരെയാ നോക്കി പഠിക്കേണ്ടതെന്ന് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. 18-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ വായിച്ചു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയിരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങൾ സത്യമായിട്ട് പറയുന്നു. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആകും. ഞാനും നിങ്ങൾ ഇവിടെ വലിയനാകുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് രാത്രിയിൽ ഓർത്തോണം, ഒരു ശിശുവിനെ പോലെ ദൈവപാദപീഠത്തിൽ ആയിത്തീർന്നെങ്കിൽ മാത്രമേ ആ സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ കഴിയുള്ളൂ. അത് പറഞ്ഞത് യേശു കർത്താവാണ്. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും ഒരു ശിശുവിനെ പോലെ ദൈവസഭയ്ക്കകത്ത് ക്രിസ്തീയ ജീവിതത്തിനകത്ത് ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ ഒരു ശിശുവിനെ പോലെ ആകുവാൻ ഞാനും നിങ്ങളും ആയിത്തീരണം. കാരണം കളങ്കമില്ലാത്തവരായി, വിശ്വസ്തതയുള്ളവരായി, സത്യസന്ധരായിട്ട് ദൈവസന്നിധിയിൽ ജീവിച്ചെങ്കിൽ മാത്രമേ ആ സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയുള്ളൂ. റോമാലേഖനത്തിൽ കടന്നൊരു പൗലോസ് അപ്പോസ്തലൻ വീണ്ടും ഓർപ്പിച്ചുണർത്തുകയാണ്. റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിലേക്ക് വായിച്ചു വരുമ്പോൾ, തമ്മിൽ
തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുവിൻ, നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത്. അപ്പോൾ വിനയ സ്വഭാവം ഉള്ളവന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അവൻ മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠന്മാർ എന്നും മാത്രമല്ല ഏറ്റവും ബുദ്ധി ഞാനും എനിക്കാണെന്ന് ഭാവിക്കുകയുമില്ല. അപ്പം അത് ഭാവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നിൽ പറഞ്ഞതുപോലെ മറ്റുള്ളവർ നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാരാണ് എണ്ണാതെ ഞാനാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠനാണെന്ന് എണ്ണുന്നുണ്ടെങ്കിൽ പൗലോസപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിനകത്ത് വിനയ സ്വഭാവം ഇല്ല എന്നുള്ള തിരിച്ചറിവ് ഞാൻ നിങ്ങളും തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിൽ ജീവിക്കുന്നവരായി തീരണം. മാത്രമല്ല ഈ 1 പത്രോസ് ലേഖനം 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം നമുക്ക് കാണാപ്പാഠം പ്രാർത്ഥനയിൽ നമ്മൾ ഉരുവിടുന്ന വാക്യമാണല്ലോ. അതുകൊണ്ട് തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തുവാൻ ദൈവത്തെ നമ്മളെ പോഷനാണെന്ന് പറയുന്ന വന്നേക്കാം. പക്ഷേ ദൈവസന്നിധിയിൽ ഞാനും നിങ്ങളും വിനയത്തോട് ജീവിക്കുമ്പോൾ അത് നമ്മുടെ സ്വർഗരാജ്യത്തിലേക്കുള്ള ആ പ്രവേശനത്തിന് കാരണമായി തീരുവാനിട വരും. അപ്പോൾ ഒരു വിനയ സ്വഭാവത്തെ കുറിച്ച് ഒരു എഴുത്തുകാരൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഞാൻ വായിച്ചു വിടാം. ഒരു വിനയം ഒരു വ്യക്തിയെ ക്രിസ്തുവിലേക്ക് വരുത്തുന്നതിനും അവനെ ക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കുന്നതിനും കാരണമാകുന്നു. മാത്രമല്ല സ്വയം വിലയിരുത്തുന്നതിന് വിനയം ആവശ്യമാണ്. അപ്പൊ ഞാനും നിങ്ങൾ ക്രിസ്തുവിലേക്ക് വരുന്നതും ക്രിസ്തുവിനെ കുറിച്ച് ദൈവവചനം പഠിക്കുന്നതും നമ്മൾ ആരാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകേണ്ടതിനും വിനയം ആവശ്യമാണ്. അപ്പോൾ ഞാനും നിങ്ങളും ദൈവത്തെ ആരാധിക്കുമ്പോൾ സ്വയം എനിക്കും നിങ്ങൾക്കും തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മളെ തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഈ വിനയത്തിന്റെ സ്വഭാവം നമുക്കില്ല എന്ന് തിരിച്ചറിവ് ഉണ്ടാകണം. മാത്രമല്ല ഈ വിനയം നമ്മുടെ ഈ സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം ഉറപ്പാക്കുന്നു. മാത്രമല്ല വിനയം ആ വീണ്ടെടുപ്പിന്റെ ദിനത്തിൽ ക്രിസ്തുവിനാൽ നാം ഉയർത്തപ്പെടുന്നതിൽ കലാശിക്കുന്നു. വിനയം ആരോഗ്യകരമായ ബന്ധങ്ങളും സമൂഹത്തിന്റെ മാന്യമായ നേട്ടങ്ങളിലും ഈ വിനയം കലാശിക്കുവാൻ ഇടവരും. കാരണം സാമൂഹികമായ നേട്ടങ്ങൾക്ക് ഈ വിനയം ആവശ്യമായത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരെ അംഗീകരിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും കഴിയുന്നുണ്ടെങ്കിൽ ഈ വിനയത്തിന്റെ സ്വഭാവം നമ്മളിലേക്ക് അടുത്തു വരുവാൻ കഴിയും. മാത്രമല്ല ഞാൻ നമ്മൾ ഓർമ്മിച്ചതുപോലെ വിനയം നമ്മളൊന്ന് വിലയിരുത്തുവാൻ നമുക്ക് ആവശ്യമാണ്. വിനയത്തിന് ധൈര്യം ആവശ്യമാണ്. വിനയമുള്ളവന് ക്രിസ്തുവിനാൽ ഒരു ധൈര്യം ലഭിക്കുവാൻ ഇടവരും. ഈ 1 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ താൻ വല്ലതും അറിയുന്നു എന്ന് ഓരോരുത്തർ തോന്നുന്നെങ്കിൽ അറിയേണ്ടതുപോലെ അവൻ ഇന്നുവരെ അറിഞ്ഞിട്ടില്ല. അപ്പൊ ദൈവസന്നിധിയിൽ ധൈര്യം പ്രാപിച്ചു കഴിയുമ്പോൾ ദൈവസന്നിധിയിൽ ചിലതെല്ലാം പ്രാപിച്ചെടുക്കുവാൻ കഴിയും. ദൈവസന്നിധിയിൽ നിന്ന് ധൈര്യം പ്രാപിക്കാത്ത വ്യക്തിത്വങ്ങളാണ് പറയുന്നത് ഈ ലോകത്തതും ഞാൻ വായിച്ചതും വേദപുസ്തകത്തിലുള്ളതും സകലവും എനിക്ക് അറിയാമെന്ന് ഒരു വ്യക്തി നമ്മോട് പറയുന്നുണ്ടെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പണ്ഡിതനായ ദൈവശാസ്ത്രം എഴുതി വയ്ക്കപ്പെട്ട പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, താൻ വല്ലതും അറിയുന്നു എന്ന് ഒരുത്തിന് തോന്നുന്നുവെങ്കിൽ അറിയേണ്ടതുപോലെ അവൻ ഇന്നുവരെ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ നിങ്ങളും വേദപുസ്തകത്തെ കുറിച്ച് ഒത്തിരി അറിവുള്ളവരാണെന്ന് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് വേദപുസ്തകത്തെ കുറിച്ച് നല്ല ജ്ഞാനം ഉണ്ടെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ഈ എഴുത്തുകാരനായ പൗലോസ് പറയാണ്, വേണ്ടതുപോലെ ഇതുവരെയും ഒന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ നമുക്ക് ലഭിച്ച ഈ ചെറിയ അറിവ് പരിശുദ്ധാത്മാവിനാൽ ദൈവം കാണിച്ചു തന്ന ചെറിയ അറിവ് മാത്രമേ ഉള്ളൂ. ഞാൻ വേഗം കടന്നു പോകട്ടെ. ഇനി ഈ ഒരു വിശ്വാസി വിനയമുള്ളവനായി തീരണം. 2, ഒരു വിശ്വാസി സൗമ്യതയുള്ളവനായി തീരണം. സൗമ്യതയുള്ളവനായി നടക്കണം. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങൾ നമുക്ക് കാണാപ്പാഠം അറിവുള്ളതാണ്. ആത്മാവിന്റെ ഫലത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ആത്മാവിന്റെ ഫലത്തെ കുറിച്ച് പറഞ്ഞിട്ട് ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയം. അപ്പൊ ഈ സൗമ്യത എന്ന് പറയുന്നത് സൗമ്യതയുള്ള വ്യക്തിക്ക് എളിമയുള്ള ഒരു മാനസിക വ്യവസ്ഥതയുണ്ട്. ഒരു മാനസികമായി അവൻ എളിമയുള്ള ഒരു വ്യക്തിയായിരിക്കും. സൗമ്യത, ആത്മാവിന്റെ ഫലത്തിൽ
സൗമ്യത ഞാനും നിങ്ങളും നേടിക്കഴിയുമ്പോൾ നമുക്കകത്ത് എളിമയുള്ളൊരു മാനസികമായ ഒരു കാഴ്ചപ്പാടിലേക്ക് ഞാനും നിങ്ങളും വരും. കാരണം ആ കാഴ്ചപ്പാട് ദൈവസ്നേഹത്തിലേക്ക് നമ്മളെ ഏറ്റവും ഉറപ്പിക്കുവാനും ഇടവരും. മാത്രമല്ല, സൗമ്യതയുള്ള വ്യക്തിക്ക് ശക്തമായ ഒരു മാനസിക ദൈവകൃപയുടെ ശക്തിയേറിയ ഒരു മാനസിക അവസ്ഥയിലേക്ക് അവനെ എത്തിക്കുവാൻ കഴിയും. മാത്രമല്ല, ഈ സൗമ്യതയുള്ള വ്യക്തിക്ക് ശക്തമായ ഒരു ആത്മീയ നിയന്ത്രണം ഉണ്ടാവും. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് എളിമയുള്ളൊരു മാനസിക വ്യവസ്ഥ ഉണ്ടാവും, ദൈവകൃപയുടെ ശക്തിയുള്ള ഒരു മാനസിക വ്യവസ്ഥ ഉണ്ടാവും. മാത്രമല്ല, സൗമ്യതയുള്ള വ്യക്തിക്ക് ഒരു ആത്മീയ നിയന്ത്രണം ഉണ്ടാകും. അവന്റെ ജീവിതത്തിനകത്ത് ഒരു ആത്മീയ നിയന്ത്രണം ഉണ്ടാകും, അവന്റെ പോക്കിനൊരു ആത്മീയ നിയന്ത്രണം ഉണ്ടാകും, അവന്റെ സംസാരത്തിനൊരു ആത്മീയ നിയന്ത്രണം ഉണ്ടാകും. അവന്റെ ജീവിത യാത്രയിൽ ക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ടുള്ള എല്ലാ കാര്യത്തിലും ഒരു സൗമ്യതയുടെ ആത്മാവിനെ പ്രാപിച്ച് സൗമ്യതയിൽ നടക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതലിന് ഒരു ആത്മീയ നിയന്ത്രണത്തോടുകൂടി മാത്രമേ അവർ നടക്കുകയുള്ളൂ. എല്ലാവരും പോകുന്നിടത്തോളം പോകുവാൻ കഴിയത്തില്ല, എല്ലാവരും പറയുന്നതിൽ പറയുവാൻ കഴിയത്തില്ല. അവൾ കൂടെ പറയുന്നവർ പറയും, എന്തുകൊണ്ട് അവൻ പറഞ്ഞില്ല, അവർ രണ്ടു വാക്ക് പറഞ്ഞുകൂടെ എന്നൊക്കെ നമ്മുടെ കൂടെ ഇരിക്കുന്നവരോ നമ്മുടെ കൂടെ നടക്കുന്നവരോ ആ സംഭാഷണത്തിൽ ചേർന്നവരൊക്കെ പറയുമ്പോൾ ആത്മീയ നിയന്ത്രണം പ്രാപിച്ച ഒരു വ്യക്തിക്ക് ലോകം പറയുന്നവരും മറ്റുള്ള വിശ്വാസികൾ പറയുന്നത് പോലെ, ഞാൻ ആ വാക്ക് ഉദ്ധരിച്ച് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, മറ്റുള്ള കൂടെ ആരാധിക്കുന്നവരും കൂടെ പ്രാർത്ഥിക്കുന്നവരും എന്നൊക്കെ പറയുന്നവർ പലരും പറയുന്നത് പോലെ എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയത്തില്ല. കാരണം ഞാനും നിങ്ങളും പ്രാപിച്ചിരിക്കുന്ന സൗമ്യതയുടെ ആത്മാവ്, അതിനൊരു നിയന്ത്രണം, ഒരു ആത്മാവിന്റെ നിയന്ത്രണം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. കാരണം പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ പ്രാപിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ലോകത്തിൽ പറയുന്നത് പോലെ ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കും ഇഷ്ടാനുസരണങ്ങൾക്ക് അനുസരിച്ച് നടക്കുവാൻ കഴിയത്തില്ല. കാരണം ദൈവം സൗമ്യനാണ്, ദൈവം സൗമ്യനാണ്. ഈ ഗലാത്യലേഖനം 22-ാം അധ്യായത്തിന്റെ 23 വാക്യത്തിന്റെ അവസാന വാക്ക് പ്രകാരം പറഞ്ഞത്, ഈവയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ഈ ന്യായപ്രമാണം എന്ന ദൈവം സൗമ്യനാണ്. മാത്രമല്ല, യേശു ക്രിസ്തു സൗമ്യനാണ്. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിന്റെ വാക്യം കേട്ടല്ലോ, ഞാൻ സൗമ്യനും താഴ്മയുള്ളവനാണ്. അപ്പോൾ യേശു ക്രിസ്തു സൗമ്യനാണ്. ഇനി അടുത്തത്, വിശ്വാസികൾ സൗമ്യനായിരിക്കണം. വിശ്വാസികൾ സൗമ്യനായിരിക്കണം. ഗലാത്യലേഖനം 6:1 സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ലതിലും തെറ്റി അകപ്പെട്ടു പോയെങ്കിൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യതയുടെ ആത്മാവിനാൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ, നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. അപ്പോൾ സൗമ്യതയുടെ ആത്മാവ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിനകത്തേക്ക് കടന്നു വരുമ്പോൾ ഗലാത്യലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം 5-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം നമ്മൾ വായിച്ചുകൊണ്ടല്ലോ, 6-ാം അധ്യായം 1-ാം വാക്യം പറയാണ്, അങ്ങനെ വല്ലവനും മനുഷ്യൻ തെറ്റി അകപ്പെട്ടു പോയാൽ അവനെ ആത്മീയരായ നിങ്ങൾ, ദൈവസേവയിൽ പ്രാർത്ഥിക്കുന്നവർ, പാടുന്നവർ, ഉപവസിക്കുന്നവർ, ദൈവവചനം പ്രസംഗിക്കുന്നവർ, അങ്ങനെയുള്ളവരെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തിയെടുക്കുവിൻ. എന്നിട്ട് ഒരു കാര്യം കൂടെ പറയുന്നു, ഈ സൗമ്യതയുടെ ആത്മാവ് പ്രാപിച്ചെടുത്ത നിങ്ങളും അതിനകത്ത് അകപ്പെടാതിരിക്കാൻ വേണ്ടി ആത്മാവിൽ ദിനംതോറും പ്രാർത്ഥിക്കുന്നവരുമായി തീരണം. അപ്പോൾ ഒരു സൗമ്യനായ ഒരു വ്യക്തിയുടെ, ഒരു വിശ്വാസിയുടെ യോഗ്യത എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ തെറ്റുകളെ കണ്ടിട്ട് അപ്പുറത്തു പോയി പറയുന്നവനല്ല സൗമ്യനായ ഒരു വ്യക്തിത്വം. ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുവന്റെ കുറ്റം ദൈവസഭയ്ക്കകത്തുള്ള ഒരു വ്യക്തിത്വത്തിന്റെയോ നമ്മുടെ കുടുംബത്തിനകത്തുള്ളവരുടെയോ കുറ്റം കണ്ടാൽ സൗമ്യതയുടെ ആത്മാവിനാൽ അതിനെ പരിഹരിച്ച് ദൈവസഭ നേരോട് ജീവിക്കുന്ന ഒരു വ്യക്തിത്വമായി മാറും. വേദപുസ്തകം നമ്മൾ വായിച്ച വാക്കുകളൊക്കെ അതാണ് നമ്മളെ കാണിക്കുവാൻ കഴിയുന്നത്. കർത്താവദാസൻ നമ്മൾ 2 തീമോഥെയോസ് ലേഖനം 2-ാം അധ്യായം 24-ാം വാക്യമൊക്കെ നമ്മൾ വായിച്ചല്ലോ. കർത്താവദാസൻ സണ്ടയിടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിക്കുവാൻ സമർത്ഥനുമായി തീരണം. മാത്രമല്ല, തീത്തോസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, ആരെ കൊണ്ടും ദൂഷണം പറയാതെ കലഹിക്കാതെയും ശാന്തന്മാരായി സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിപ്പാനും അവരെ ഓർമ്മപ്പെടുത്തുക. അപ്പോൾ ഞാനും നിങ്ങളും സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യതയുള്ളവരായി ജീവിക്കുവാൻ കഴിയണം. ക്രിസ്തുയേശുവിൽ രക്ഷിക്കപ്പെട്ട് ദൈവസഭയുടെ ഭാഗമായി തീർന്ന് കർത്താവിനെ ആരാധിക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുമ്പോൾ ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങളും ഈ ലോകത്തിന്റെ നന്മകളും
വേദപുസ്തകത്തിൽ പറയുന്നത്, വേദപുസ്തകത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ എങ്ങനെ ക്രിസ്തുവിൽ ജീവിച്ചാൽ സ്വർഗരാജ്യത്തിൽ ചെന്ന് ചേരുവാൻ കഴിയും. അതിൽ പറയുന്ന കാര്യമാണ് സൗമ്യതയോടെ ജീവിക്കണം, സൗമ്യതയോടെ ജീവിക്കണം. മറ്റുള്ളവരുടെ തെറ്റുകളെ കണ്ടിട്ട് അതിനെ വിളിച്ചു പറയുന്നവരായി തീരാതെ അതിനെ യഥാസ്ഥാനപ്പെടുത്തിയെടുത്ത് അതിനെ ഉപദേശിക്കാൻ സമർത്ഥനായിട്ട് സകല മനുഷ്യരോട് പൂർണ്ണ സൗമ്യതയുള്ളവനായി ജീവിച്ചെടുക്കുവാൻ കഴിയണം. മുന്നോട്ട് കടന്നു വരുമ്പോൾ യാക്കോബിന്റെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ, യാക്കോബിന്റെ ലേഖനം ഞാൻ വേഗം നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. 1-ാം അധ്യായത്തിന് 21-ാം വാക്യമൊക്കെ വായിച്ചു വരുമ്പോൾ, ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യം വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനടന്നതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുന്നവരായി തീരണം. സൗമ്യതയുടെ ആത്മാവിനെ പ്രാപിച്ചവന് മാത്രമേ ദൈവവചനം സൗമ്യതയോടെ പ്രാപിച്ചെടുക്കുവാൻ കഴിയുള്ളൂ. അങ്ങനെ സൗമ്യതയോടെ പ്രാപിച്ച എനിക്കും നിങ്ങൾക്കും മാത്രമേ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യം വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ ശക്തിയുള്ള ദൈവപാദപീഠത്തിലേക്ക് സമർപ്പിക്കുവാൻ കഴിയുള്ളൂ. ഞാൻ നിങ്ങളുടെ സഹോദരങ്ങളെ, ഈ സൗമ്യതയുടെ ആത്മാവ് പ്രാപിച്ചു കഴിയുമ്പോൾ ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങളോ, ഈ ലോകത്തിന്റെ ഹിതങ്ങളോ, ഈ ലോകത്തിന്റെ പാപങ്ങളോ, ഈ ലോകത്തിന്റെ അഴുക്കളോ നമ്മുടെ അകത്തേക്ക് കയറത്തില്ല. കാരണം നമ്മളിൽ യാതൊരു ദൈവാത്മാവിന്റെ ശക്തിയുണ്ട്. അത് സൗമ്യതയുടെ ആത്മാവാണ്. അത് വിട്ടൊഴിഞ്ഞ് നമുക്ക് എപ്പോഴും നമ്മുടെ ആവേശവും നമ്മുടെ ആഗ്രഹവും നമ്മുടെ ഇഷ്ടവും എന്റെ ആത്മാവിനെ എങ്ങനെ രക്ഷപ്പെടുത്തി ആ നിത്യതയിലേക്ക് എത്തിച്ചെടുക്കുവാൻ കഴിയും. അതിന് കാര്യസ്ഥനായവന്റെ ആ കരങ്ങളെ പിടിച്ചുകൊണ്ട് അവന്റെ വാക്കുകൾക്ക് അനുസരിച്ചുകൊണ്ട് ആത്മാവിനെ അനുസരിച്ച് ദിനംതോറും ജീവിച്ചെടുക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് ഈ യാക്കോബിന്റെ ലേഖനം താഴോട്ട് വായിച്ചു വരുമ്പോൾ, ഈ 3-ാം അധ്യായത്തിലേക്കൊക്കെ വായിച്ചു വരുമ്പോൾ 13-ാം വാക്യം പറയുന്നത്, നിങ്ങൾ ജ്ഞാനിയും വിവേകിയുമായവന് ആര്? അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നടക്കുവാൻ കഴിയണം. അപ്പോൾ എനിക്കും നിങ്ങൾക്കും അറിവുണ്ട്, ജ്ഞാനമുണ്ട് എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും നടക്കേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയേക്കാൾ കവിയുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തി അകത്ത് വരുമ്പോൾ സൗമ്യതയോടെ നടക്കുവാൻ കഴിയണം. അപ്പോൾ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം എനിക്കും നിങ്ങൾക്കും ജീവിതത്തിനകത്ത് വിനയത്തോടും, രണ്ടാമത്തെ കാര്യം സൗമ്യതയോടുകൂടി നടന്നെങ്കിൽ മാത്രമേ നമ്മുടെ ക്രിസ്ത്യ ജീവിതം ധന്യമായി തീരുകയുള്ളൂ. ഒരുപക്ഷെ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സൗമ്യമില്ലാത്തവനായി, വിനയമില്ലാത്തവനായി, നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനും നമ്മുടെ വാക്കുകളുടെ ഇച്ഛകളുടെ ആഗ്രഹങ്ങൾക്കൊക്കെ നമുക്ക് ജീവിച്ചെടുക്കുവാൻ കഴിയും. ആരും നമ്മളെ ഒന്നും പറയത്തില്ല. പക്ഷേ ദൈവസഭയിൽ ക്രിസ്തുവിന്റെ സാക്ഷികളായി, ദൈവസഭയുടെ ഭാഗമായി, ദൈവജനത്തിന്റെ കൂടെ വസിക്കുമ്പോൾ നമ്മുടെ ഹൃദയം എപ്പോഴും വിനയമുള്ളതും സൗമ്യതയുള്ളതായി. ഒറ്റ കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങൾ ഓടി അധ്വാനിക്കുന്നതും യാത്ര ചെയ്യുന്നതും. ആ സ്വർഗരാജ്യത്തിൽ എങ്ങനെയെങ്കിലും ഒരു ശിശുവിനെ പോലെ എന്റെ ജീവിതം ജീവിച്ച് അങ്ങ് എത്തിച്ചേരുവാൻ വേണ്ടിയാണ്. അത് നമുക്ക് 2 കാര്യങ്ങൾ ഓർപ്പിച്ചു കൊടുക്കുന്നു. ഒന്ന്, നമുക്ക് വിനയം വേണം. 2, നമുക്ക് സൗമ്യത വേണം. അടുത്ത ദിവസങ്ങളിൽ തുടർന്നുള്ള ക്ലാസുകളിൽ നമുക്ക് ചിന്തിക്കാം. ദൈവവചനങ്ങൾ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.